So students, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ കൺവെർജൻസിനെ കുറിച്ച് തന്നെയാണ്. എന്താണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്നും എങ്ങനെയാണ് കൺവെർജൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ പ്രോബ്ലങ്ങളിലൂടെ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്, അത് ഇവിടെ എഴുതുന്നില്ല, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ എഴുതുന്നത്. ഇൻ്റഗ്രൽ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെയാണ് സാധാരണ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി, അതായത് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് എന്നുള്ളതിനെ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഈ ഇൻ്റഗ്രലിനെ വി സേ ദാറ്റ് ഇൻ്റഗ്രൽ ഈസ് കൺവെർജൻറ്റ്. ഇനി സപ്പോസ് ഇൻ്റഗ്രൽ മീൻസ് ബി ടു ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ബി ടു ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ദ ഇൻ്റഗ്രൽ ഈസ് സെറ്റ് ടു ബി ഡൈവർജൻറ്റ്. ഇത് ഒരു പാർട്ട് മാത്രമാണ്. ചിലപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി അല്ലെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 പ്ലസ് 0 ടു ഇൻഫിനിറ്റി, അങ്ങനെയൊക്കെ നമ്മൾ പല തരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞ വീഡിയോകളിലൊന്നും നോക്കുക. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഇതേപോലെ തന്നെ കൺവെർജൻസ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ട വേറൊരു ചെറിയൊരു റിസൾട്ടാണ്, ഒരു ടെസ്റ്റാണ്. കമ്പാരിസൺ ടെസ്റ്റ് എന്നാണ് ആ റിസൾട്ടിന് നമ്മൾ പറയുന്നത്. കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് ടു ചെക്ക് ദ കൺവെർജൻസ് ഓഫ് ഇൻ്റഗ്രൽസ്. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞിട്ട് അതിൻ്റെ 2-3 പ്രോബ്ലം ചെയ്യാം. അതാണ് ഇന്നത്തെ വീഡിയോ. അതോടുകൂടി ഈ ടോപ്പിക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതായിരിക്കും. നൗ സപ്പോസ് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ബി 2 ഫംഗ്ഷൻസ് സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ എ. ഈ കണ്ടീഷൻസ് ഒക്കെ പ്രത്യേകം ഓർക്കുക. ഇതുണ്ടെങ്കിൽ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓർക്കുക, കമ്പാരിസൺ ടെസ്റ്റ് ഫോർ ഇൻ്റഗ്രൽസ് എന്നത് ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യാനായിട്ടുള്ളൊരു ടെസ്റ്റാണ്. അപ്പോൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും 2 ഫംഗ്ഷൻസ് ആണ്. അതിൻ്റെ പ്രത്യേകത മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ എ. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് എക്സിസ്റ്റ് ഫോർ ഓൾ ബി ഗ്രേറ്റർ ദാൻ എ. Then if integral a to infinity g of x dx is convergent, so is integral a to infinity f of x dx. അതായത് integral gx, integral a to infinity g of x convergent ആണെങ്കിൽ integral a to infinity f of x ഉം convergent ആയിരിക്കും. ഓർക്കുക, mod f of x less than or equal to g of x ആണ്. mod f of x മറ്റ് ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, ഓക്കെയാണ്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് mod f of x less than or equal to g of x ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് കൺവെർജൻ്റ് ആണെങ്കിൽ, ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് കൺവെർജൻ്റ് ആണ്. ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് കൺവെർജൻ്റ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സും കൺവെർജൻ്റ് ആയിരിക്കും. അടുത്ത കണ്ടീഷൻ പറയുന്നത് ഇഫ് എ ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഡൈവർജൻറ്റ്, സോ ഈസ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ്. അതായത് വലിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ കൺവെർജൻ്റ് ആണെങ്കിൽ ചെറിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലും കൺവെർജൻ്റ് ആയിരിക്കും. ചെറിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഡൈവർജൻ്റ് ആണെങ്കിൽ വലിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലും ഡൈവർജൻ്റ് ആയിരിക്കും. ഇത്രയാണ് ഓർക്കേണ്ടത്. അതായത് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വലിയ ഫംഗ്ഷനായിട്ടുള്ള ജി ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ കൺവെർജ് ചെയ്യുമ്പോൾ ചെറിയ ഫംഗ്ഷനായിട്ടുള്ള എഫ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രലും കൺവെർജ് ചെയ്യും. ചെറിയ ഫംഗ്ഷനായിട്ടുള്ള എഫ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ഡൈവർജ് ചെയ്യുകയാണെങ്കിൽ വലിയ ഫംഗ്ഷനായിട്ടുള്ള ജി ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രലും ഡൈവർജ് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടും ചിലപ്പോൾ പ്രോബ്ലങ്ങളിൽ ചെക്ക് ദ കൺവെർജൻസ് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ 2 പ്രോബ്ലങ്ങളിൽ ഒരുപക്ഷെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് ഈ പ്രോബ്ലത്തിനനുസരിച്ച് നിങ്ങൾ മാറ്റുക. ഇനി ദ സിമിലർ സ്റ്റേറ്റ്മെൻറ്റ് ഹോൾഡ്സ് ഫോർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ആൻഡ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ്. ഇതേ കാര്യം തന്നെ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആകുമ്പോഴും എഫ് ഓഫ് എക്സിൻ്റെ ജി ഓഫ് എക്സിൻ്റെയും കേസിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു സാധാരണ ഒരു കമ്പാരിസൺ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. വളരെ എല്ലാ സന്ദർഭങ്ങളിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നൊന്നുമില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ 2-3 പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. എന്താണ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്നുള്ളത് നമുക്ക് പ്രത്യേകം പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാം. പിന്നെ ഇൻ്റഗ്രേറ്റ് നോക്കാനായിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും മാർഗ്ഗത്തിലൂടെ നമ്മൾ ചിലപ്പോൾ ചെയ്ത് നോക്കേണ്ടി വരും. എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഇൻ്റഗ്രൽ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ
ചെറിയ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ വലിയ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ കൺവെർജ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ഫംഗ്ഷൻ ഇൻ്റഗ്രലും കൺവെർജ് ചെയ്യും. ചെറിയ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഡൈവർജ് ചെയ്യുകയാണെങ്കിൽ വലിയ ഫംഗ്ഷൻ ഇൻ്റഗ്രലും ഡൈവർജ് ചെയ്യും. ഞാൻ വേഗമായിട്ട് പറഞ്ഞതാണ് ഈ പറഞ്ഞ കാര്യം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിസൾട്ട് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആയിരിക്കണം. ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ വേഗമായിട്ടുള്ളൊരു കാര്യം ഓർത്ത് വയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നൗ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതായത് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ചെക്ക് ദ കൺവെർജൻസ് ഓഫ് ഇൻ്റഗ്രൽ 0 to infinity dx by e raised to x plus 1. ഈ ഇൻ്റഗ്രലിൻ്റെ കൺവെർജൻസ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1 എന്ന് എടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1. നമ്മൾ ഓർക്ക് കമ്പാരിസൺ ടെസ്റ്റാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യാനായിട്ട് വേറൊരു ഫംഗ്ഷൻ നമുക്ക് വേണം. അപ്പോൾ ഐ ആം ടേക്കിംഗ് ജി ഓഫ് എക്സ് എസ് 1 ബൈ ഇ റേസ് ടു എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലത്തെ ഫംഗ്ഷനാണ്. 1 ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1 ആണ്. ഇതിനോട് കുറച്ച് സാമ്യമുള്ള കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് ജി ഓഫ് എക്സ്. ഞാൻ ജി ഓഫ് എക്സ് ആയിരിക്കണം ജി ഓഫ് എക്സ്. ആ ജി ഓഫ് എക്സിനെ 1 ബൈ ഇ റേസ് ടു എക്സ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്താൽ അറിയാം ഇ റേസ് ടു എക്സ് പ്ലസ് 1 ഈസ് ലെസ് ദാൻ ഇ റേസ് ടു എക്സ് പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഇ റേസ് ടു എക്സ് ഫോർ ഓൾ എക്സ്. അതുകൊണ്ട് തന്നെ 1 ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1 ഈസ് ലെസ് ദാൻ 1 ബൈ ഇ റേസ് ടു എക്സ്. 1 ബൈ 3 ഈസ് ലെസ് ദാൻ 1 ബൈ 2 എന്ന് പറയുന്ന പോലെ ഈ ഇ റേസ് ടു എക്സ് പ്ലസ് 1 ഇസ് ഗ്രേറ്റർ ദാൻ ഇ റേസ് ടു എക്സ് ആയതുകൊണ്ട് 1 ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1 ഈസ് ലെസ് ദാൻ 1 ബൈ ഇ റേസ് ടു എക്സ്. ഓർക്കുക എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് 1 ആണ്. എനിക്ക് കമ്പാരിസൺ ടെസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കമ്പയർ ചെയ്യാൻ പാകത്തിന് ഞാൻ വേറൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. ഐ എം ടേക്കിംഗ് ദാറ്റ് ഫംഗ്ഷൻ ആസ് 1 ബൈ ഇ റേസ് ടു എക്സ്. Now 1 by e raised to x plus 1 is always less than or equal to 1 by e raised to x. കാരണം ഇതാണ് e raised to x plus 1 is greater than e raised to x. 1 by 3 is always less than 1 by 2 എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ e raised to x plus 1, 3 is greater than 2. So 1 by 3 is less than 1 by 2. e raised to x plus 1 is greater than e raised to x. So 1 by e raised to x plus 1 is less than 1 by e raised to x. അതായത് mod f of x, മോഡിൻ്റെ ആവശ്യമില്ല, പോസിറ്റീവ് ഫംഗ്ഷൻ തന്നെയാണ് e raised to x ആയതുകൊണ്ട് mod f of x less than or equal to g of x for all x. ഇതാണ് എൻ്റെ എഫ് ഓഫ് എക്സ്, ഇതാണ് എൻ്റെ ജി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ അത് കാരണം ഇതാണ്. സിൻസ് ഇ റേസ് ടു എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഇ റേസ് ടു എക്സ് ഫോർ ഓൾ എക്സ്, അത് ഒന്ന് ഓർത്തെടുത്താൽ മതി. മോഡ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ്. അപ്പോൾ ഇതിലത്തെ ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ ആയി. ഫോർ ഓൾ എക്സ് എന്നുള്ളതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഫോർ ഓൾ എക്സ് ഇതിന് ട്രൂ ആണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ ആയി. Also, integral a to b f of x and integral a to b g of x do exist for all b greater than. ഇത് നോക്കുക, ഇതെല്ലാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനുകളാണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ അത് ഡിസ്കണ്ടിന്യൂസ് ഒന്നുമല്ല. ദാറ്റ് വിൽ എക്സിസ്റ്റ് ഫോർ ഓൾ എ ഫോർ ഓൾ ബി ഗ്രേറ്റർ ദാൻ എ. അത് പ്രത്യേകം ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഫംഗ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് അധികം ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് തരുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് അങ്ങനെ നമുക്ക് ചെയ്യാൻ നമുക്ക് നിങ്ങളുടെ ലെവലിൽ അത് ചോദിക്കാൻ സാധ്യതയില്ല എന്ന് വിശ്വസിക്കാം. അപ്പോൾ എനിവേ ഇത് വേറെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. പക്ഷേ take it for granted. Integral a to b f of x dx integral a to b g of x dx എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ കണ്ടീഷനും ഓക്കെയാണ്. നിങ്ങൾ പ്രിസ്യൂം ചെയ്യണം, പ്രീ അസ്യൂം ചെയ്യാണ്, അല്ലാതെ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ നോക്കാം. നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് എന്താ പറയുന്നത്? ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് കൺവെർജ് ചെയ്യുമെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സും കൺവെർജ് ചെയ്യും. ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സിൻ്റെ കൺവെർജൻസ് ആണ്. ഇത് ഫസ്റ്റ് ടെസ്റ്റ് ആണ്. ഇഫ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് കൺവെർജസ് സോ ഈസ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ വലിയ ഫംഗ്ഷൻ്റെ കൺവെർജൻസ് ആണ് ഞാനിവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ വലിയ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് 1 ബൈ ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 ബൈ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഒബ്വിയസ് ആണ്. 1 ബൈ ഇ റേസ് ടു എക്സിനെ ഇ റേസ് ടു മൈനസ് എക്സ് എന്നെഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ആദ്യത്തെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുകയാണ്. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു ബി ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇവിടെ ഞാൻ ആദ്യം എഴുതിയിട്ടുള്ള ഒരു ഡെഫിനേഷൻ, അല്ലെങ്കിൽ പഴയ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക, അതിൽ നോക്കിയാൽ അറിയാം. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു ബി ഇൻ്റഗ്രൽ എ ടു ബി, അത് ഇൻ്റഗ്രൽ എ എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്. ഇൻ്റഗ്രൽ 0 ടു ബി ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഇൻ്റഗ്രൽ ചെയ്ത് നോക്കാവുന്നതാണ്. സോ യു ഗെറ്റ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സ് ബൈ മൈനസ് 1 ആണ്. അതായത് മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ വരിക. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് വിതിൻ ദ ലിമിറ്റ് 0 ടു ബി ഇൻ്റഗ്രൽ ബി ടു ഇൻഫിനിറ്റി ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് വിതിൻ ദ ലിമിറ്റ്സ് 0 ടു ബി. അപ്പോൾ ഇവിടെ
ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ മൈനസ് ഇ റേസ് ടു മൈനസ് ബി, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് ഇ റേസ് ടു മൈനസ് ബി, മൈനസ് ലോവർ ലിമിറ്റാണ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. പ്ലസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ എക്സിന് 0 കൊടുക്കുന്നത്, ദാറ്റ് ഈസ് 1. അപ്പോൾ ദിസ് ഇൻ്റഗ്രൽ റെഡ്യൂസസ് ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി 1 അല്ലെങ്കിൽ മൈനസ് ഇ റേസ് ടു മൈനസ് ബി പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു, ഈ 1 ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം, ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു മൈനസ് ബി, 1 പ്ലസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് ബി. 1നെ ഒറ്റയ്ക്ക് നിർത്തി, അത് കോൺസ്റ്റൻ്റ് ആണല്ലോ, ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല, അത് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, അത് 1 ആണ്, 1 തന്നെയാണ്. അപ്പോൾ 1 പ്ലസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് ബി. ഇനി ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കൂ, മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് ബി ആസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, അപ്പം മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയാണ് വരിക. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് മൈനസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് 1 പ്ലസ് 0 ആണ് വരുന്നത്. 1 പ്ലസ് മൈനസ് 0 ദാറ്റ് ഇസ് 0. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി ആണ്, അതായത് 1 ബൈ ഇൻഫിനിറ്റി ആണ്, ദാറ്റ് ഈസ് 0. അപ്പോൾ ദിസ് ലിമിറ്റ് ബിക്കംസ് ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് മൈനസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നാണ് ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് മൈനസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ദിസ് ഇസ് ഈക്വൽ 1 മൈനസ് 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് വരും. അത് എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ ആ സ്റ്റെപ്പ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരിട്ട് ഇവിടെ ആൻസർ എഴുതിയതാണ്. അപ്പോൾ 1 മൈനസ് 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി, 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി 1 ബൈ ഇൻഫിനിറ്റി തന്നെയാണ്, ദാറ്റ് ഇസ് 0. അപ്പോൾ സിംപ്ലി 1. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 ബൈ ഇ റേസ് ടു എക്സ് ഈസ് 1. നമുക്ക് ലിമിറ്റ് അല്ലെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കിട്ടി. ഇൻ്റഗ്രൽ വാല്യൂ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇൻ്റഗ്രൽ ഈസ് കൺവർജൻറ്റ്. അപ്പോൾ 1 ബൈ ഇ റേസ് ടു എക്സ്, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 ബൈ ഇ റേസ് ടു എക്സ് ഈസ് കൺവർജൻറ്റ്. അപ്പോൾ നമ്മുടെ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം നമുക്ക് എന്ത് പറയാം, ഇൻ്റഗ്രൽ അതാ therefore as integral 0 to infinity 1 by e raised to x dx converges, so integral 0 to infinity 1 by e raised to x plus 1 dx will also converge due to the comparison test. ഇതാണ് കണ്ടീഷൻ. mod f of x less than equal to g of x ആണ്. 1 by e raised to x plus 1 is less than 1 by e raised to x. ഈ 1 by e raised to x എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 1 by e raised to x എന്ന് പറയുന്നത് കൺവർജൻ്റ് ആണ്. അതുകൊണ്ട് ഇൻ്റഗ്രൽ 1 by e raised to x plus 1 അതായത് ഇൻ്റഗ്രൽ f of x dx is also convergent due to the first part of the comparison test. വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രോബ്ലം ഒരു ക്ലാസ്സിലത്തെ ഒരു റിയൽ ടൈം ക്ലാസ് പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, റിയൽ ടൈം ക്ലാസ് ഈ ഒരു പ്രോബ്ലം തന്നു, അടുത്ത 2 പ്രോബ്ലം തന്നെ ചെയ്യാൻ അങ്ങനെ നമുക്ക് വീഡിയോയിൽ ചെയ്യാൻ സാധിക്കില്ല. 1-2 പ്രോബ്ലം പറഞ്ഞു തരാം, വർക്കൗട്ട് ചെയ്യുന്നത് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഹോംവർക്ക് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. റിയൽ ടൈം ക്ലാസ് പോലെ ഒരിക്കലും ആവുകയില്ല. അപ്പോൾ എന്താണെങ്കിലും ഇൻ ദിസ് പ്രോബ്ലം ദി ഗിവൺ ഇൻ്റഗ്രൽ കൺവർജസ്, ഗിവൺ ഇൻ്റഗ്രൽ കൺവർജ് ചെയ്യുന്നു എന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്താണ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടില്ല, അത് നിങ്ങൾ വേറെ ഏതെങ്കിലും മാർഗ്ഗത്തിലൂടെ നിങ്ങൾ ചെയ്ത് നോക്കണം. എന്തായാലും ദിസ് ഇൻ്റഗ്രൽ ഹാസ് എ വാല്യൂ എന്ന് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. സോ നൗ കം ടു ദ സെക്കൻഡ് പ്രോബ്ലം. സെക്കൻഡ് പ്രോബ്ലം പറയുന്നത് ഇതാണ്, check whether integral 1 to infinity 2 plus cos x by root x dx is convergent or divergent. അപ്പോൾ ഈ ഇൻ്റഗ്രൽ കൺവർജൻ്റ് ആണോ ഡൈവർജൻ്റ് ആണോ എന്നുള്ളതാണ് വെരിഫൈ ചെയ്ത് നോക്കേണ്ടത്. വെദർ ദിസ് ഇൻ്റഗ്രൽ ഇസ് കൺവർജൻറ്റ് ഓർ ഡൈവർജൻറ്റ്. ഓർക്കുക, നമ്മുടെ കയ്യിലുള്ള ടൂൾ ആ കൂടി എന്ത് മാത്രമേ ഉള്ളൂ, കമ്പാരിസൺ ടെസ്റ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് ഉപയോഗിച്ചിട്ട് വേണം കൺവർജൻ്റ് ആണോ ഡൈവർജൻ്റ്. ഓർക്കുക, കമ്പാരിസൺ ടെസ്റ്റ് പറഞ്ഞാൽ എന്താണ്, വലിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ കൺവർജ് ചെയ്യുമെങ്കിൽ ചെറിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലും കൺവർജ് ചെയ്യും, ചെറിയ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഡൈവർജ് ചെയ്യുമെങ്കിൽ വലിയ ഫംഗ്ഷൻ ഇൻ്റഗ്രലും ഡൈവർജ് ചെയ്യും. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് എഴുതി നോക്കാം. ഗിവൺ ഫംഗ്ഷൻ ഈസ് 2 plus cos x divided by root x. 2 plus cos x divided by root x. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 1 by root x ആയിരിക്കും. വളരെ എളുപ്പത്തിൽ അടിയിലൊരു റൂട്ട് എക്സ് ഉള്ളത് 1 by root x ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ലിമിറ്റ് കൊടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഈ 1 by root x കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഐ എം കമ്പയറിങ് ദിസ് ഫംഗ്ഷൻ വിത്ത് 1 by root x. ക്ലിയർലി 1 by root x ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 plus cos x by root x. 1 by root x എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനേക്കാൾ ചെറുതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1 by root x ഈ 2 plus cos x എന്ന് പറയുന്നത് cos x-ൻ്റെ വാല്യൂ എപ്പോഴും 1-ൻ്റെയും -1-ൻ്റെ ഇടയിലാണ്. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്. cos x-ൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ അത് മിനിമം വാല്യൂ വരികയാണെങ്കിൽ തന്നെയും 1 by root x തന്നെയാണ് കിട്ടുക.
cos എക്സിന് മിനിമം വാല്യൂ വരികയാണെങ്കിൽ തന്നെയും ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/√x ആണ് കിട്ടുക. പിന്നെ വരുന്ന വാല്യൂസൊക്കെ അതിനേക്കാൾ കൂടുതലായിരിക്കും. cos എക്സിൻ്റെ മിനിമം വാല്യൂ -1 ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ ഈ 2 + cos x/√x 2 + cos x/√xൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ cos എക്സിൻ്റെ -1 ആണ്. അപ്പോൾ 2 - 1/√x, അതായത് 1/√x ആണ്. അപ്പോൾ this function has a minimum value 1/√x. അതായത് 1/√x is always less than or equal to 2 + cos x/√x. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ ആണ് 1/√x എന്ന് പറയുന്നത്. ഈ cos x -1 1 ഇടയിലാണ്. cos x മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ അത് ആ ഫംഗ്ഷൻ എടുക്കാവുന്ന മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1/√x ആണ്. അപ്പോൾ 1/√x is less than or equal to 2 + cos x/√x. നോക്കൂ, അപ്പോൾ ഇതിനേക്കാൾ ചെറിയൊരു ഫംഗ്ഷനാണ് ഈ 1/√x. നമുക്ക് ഇതിൻ്റെ ഇൻ്റഗ്രൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1/√x is less than or equal to 2 + cos x/√x. Now, integral 1 to infinity 1/√x dx. Integral 1 to infinity 1/√x dx equal to limit b tends to infinity integral 1 to b 1/√x dx. നമ്മൾ ആദ്യത്തെ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്. Integral 1 to infinity 1/√x dx equal to limit b tends to infinity integral 1 to b 1/√x dx. This is equal to limit b tends to infinity integral 1 to b x raised to -1/2 dx. എളുപ്പത്തിന് വേണ്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ലിമിറ്റ് b tends to infinity integral 1 to b x raised to -1/2 dx. 1/√x എന്നുള്ളത് 1/x raised to 1/2 ആണ്. 1/x raised to 1/2 അതുകൊണ്ട് x raised to -1/2 അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ലിമിറ്റ് b tends to infinity 1 integral 1 to b x raised to -1/2 dx. ഇതിനെ നമുക്ക് സാധാരണ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് b tends to infinity x raised to n ൻ്റെ ഇൻ്റഗ്രൽ x raised to n + 1 ഡിവൈഡഡ് ബൈ n + 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ x raised to -1/2 + 1 ഡിവൈഡഡ് ബൈ -1/2 + 1. -1/2 + 1 എന്താണ്? 1/2 ആണ്. x raised to n + 1 by n + 1. x raised to n + 1 divided by n + 1. x raised to n + 1 by n + 1. ഇവിടെ n എന്ന് പറയുന്നത് -1/2 ആണ്. അപ്പോൾ x raised to n + 1 divided by n + 1 എന്ന് പറയുമ്പോൾ n + 1 എന്ന് പറയുന്നത് n-ന് -1/2 എന്ന് കൊടുക്കുമ്പോൾ x raised to 1/2 divided by 1/2. അതായത് x raised to 1/2 divided by 1/2. That is limit b tends to infinity. ഈ 2നെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2x raised to 1/2 within the limits 1 to b. Limit b tends to infinity 2x raised to 1/2 within the limits 1 to b. അതായത് ലിമിറ്റ് b tends to infinity അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതിൽ അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 2b raised to 1/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ x-ന് 1 എന്ന് കൊടുക്കുമ്പോൾ 2. അപ്പോൾ ലിമിറ്റ് b tends to infinity 2b raised to 1/2 അല്ലെങ്കിൽ 2b raised to 1/2 - 2. ഇതിൽ ബിക്ക് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക. ബിക്ക് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ലിമിറ്റ് ഇൻഫിനിറ്റി ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ യു ഗെറ്റ് ഇറ്റ് ആസ് ഇൻഫിനിറ്റി. അതായത് ദിസ് ഇൻ്റഗ്രൽ 1/√x integral 1 to infinity 1/√x dx does not converge. പക്ഷേ ഈ 1/√x എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനേക്കാൾ ചെറുതാണ്. ഓർക്കുക, വലിയ ഫംഗ്ഷൻ കൺവെർജ് ചെയ്യുമെങ്കിൽ വലിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ കൺവെർജ് ചെയ്യുമെങ്കിൽ ചെറിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലും കൺവെർജ് ചെയ്യും. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ചെറിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്തു. ചെറിയ ഫംഗ്ഷൻ്റെ, അതായത് 1/√x എന്ന് പറയുന്ന ചെറിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്തു. 1/√x എന്ന് പറയുന്ന ചെറിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വലിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ സിൻസ് 1/√x is less than or equal to 2 + cos x/√x and integral 1 to infinity 1/√x dx diverges. Integral 1 to infinity 2 + cos x/√x dx also diverge. അതായത് ഇത് ചെറിയ ഫംഗ്ഷനാണ്. ചെറിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ 1 to infinity എടുത്തപ്പോൾ എന്താ കിട്ടിയത്? ഡൈവർജൻ്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഈ വലിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലും ബൈ കമ്പാരിസൺ ടെസ്റ്റ് എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ ഓൾസോ ഡൈവർജ്. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്തായിരുന്നു? വലിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ കൺവർജൻ്റ് ആയി. അപ്പോൾ ചെറിയ ഫംഗ്ഷൻ ഇൻ്റഗ്രലും കൺവർജൻ്റ് ആയി. ഈ രണ്ടാമത്തെ കേസിൽ എന്തായി? ചെറിയ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഡൈവർജൻ്റ് ആയി. അപ്പോൾ വലിയ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഇൻ്റഗ്രലും ഡൈവർജൻ്റ് ആയി. ഇവിടെ ആദ്യത്തെ പ്രോബ്ലത്തിൽ ആദ്യത്തെ കണ്ടീഷനും രണ്ടാമത്തെ പ്രോബ്ലത്തിൽ രണ്ടാമത്തെ കണ്ടീഷനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ചൂസേജ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്തുകൊണ്ട് ഇത് എങ്ങനെ എടുക്കാൻ സാധിച്ചു. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 1/√x കാര്യം ഓർമ്മ ഒന്നുള്ളതെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ cos x എന്നൊക്കെ എടുക്കും. cos x എന്നൊക്കെ എടുത്താൽ കൂടുതൽ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എങ്ങനെയാണ് ഈ ഫംഗ്ഷനുകൾ എടുക്കേണ്ടത്, കമ്പയർ ചെയ്യാനുള്ള ഫംഗ്ഷനുകൾ. ഇവിടെ കമ്പയർ ചെയ്യുന്ന ഫംഗ്ഷൻ 1/√x ആണ് എടുത്തിട്ടുള്ളത്. 1/√x എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനേക്കാൾ ചെറുതാണ്. അതെങ്ങനെ എടുക്കണം എന്നുള്ളത് കുറച്ച് പ്രോബ്ലം ചെയ്താലേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. പ്രാക്ടീസ് ചെയ്യുക. സോ ദിസ് ഇൻ്റഗ്രൽ ഡൈവർജസ് ഡ്യൂ ടു കമ്പാരിസൺ ടെസ്റ്റ്. അല്ലെങ്കിൽ എൻ്റെ കാരണം കമ്പാരിസൺ ടെസ്റ്റ് ആണ്. അല്ലെങ്കിൽ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ദിസ് ഇൻ്റഗ്രൽ ഈസ്
divergent. Now, ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് ഈ ടോപ്പിക്ക് നമ്മൾ അവസാനിക്കുകയാണ്. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രോബ്ലം നോക്കി അറിയാം. എക്സാമിൻ ദ കൺവെർജൻസ് ഓഫ് ഇൻ്റഗ്രൽ 0 to 1 dx by x square. അപ്പോൾ ഇവിടുത്തെ പോലെയല്ല, ഇവിടുത്തെ പോലെ 1 to infinity അല്ലെങ്കിൽ 0 to infinity ഒന്നുമല്ല. ഇവിടെ 0 to infinity ആണ്. അതൊന്നുമല്ല. ഇത് a to b, ഇൻ്റഗ്രൽ a to b എന്ന് തന്നെയാണ് തന്നിട്ടുള്ളത്. ഇൻഫിനിറ്റി ഒന്നും വരുന്നില്ല അതിൽ. ഇൻ്റഗ്രൽ 0 to 1 dx by x square, ഇൻ്റഗ്രൽ 0 to 1 dx by x square. പക്ഷേ ഇവിടെ ഫംഗ്ഷൻ നമ്മൾ കുറച്ച് വ്യത്യാസമായിട്ടുള്ള മെത്തേഡിലാണ് ചെയ്യുന്നത്. ടെക്സ്റ്റിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് വർക്ക്ഡ് ഔട്ടാണ്. ടെക്സ്റ്റിലത്തെ പ്രോബ്ലം കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ളത് പഠിച്ചിരിക്കണം. ഞാൻ ഇവിടെ എങ്ങനെയാണ് ചെയ്തതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത്ര ഇപ്പം ഈ വീഡിയോയിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എക്സാമിൻ ദ കൺവെർജൻസ് ഓഫ് ഇൻ്റഗ്രൽ 0 to 1 dx by x square. ഇവിടെ കമ്പാരിസൺ ടെസ്റ്റ് അല്ല ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കാരണം കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇൻ്റഗ്രൽ a to infinity ആ രീതിയിലായിരിക്കണം നമ്മുടെ ഇൻ്റഗ്രൽ കിടക്കുന്നത്. ഇവിടെ a to infinity ഒന്നും അല്ല ഇൻ്റഗ്രൽ കിടക്കുന്നത്. പ്രോപ്പർലി ഇൻ്റഗ്രൽ a to b ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് അല്ല അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by ഇതിൻ്റെ ഉള്ളത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by x square. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിട്ടുള്ള ഇൻ്റർവെല്ലിൽ 0-1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ 0ൽ അത് ഇൻഫൈനൈറ്റ്ലി ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇറ്റ് ഹാസ് ആൻ ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് 0. പക്ഷേ 0ൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. 0-1ൽ 0ൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ പോയിന്റുകളിലും ആ ഫംഗ്ഷൻ അത് ത്രൂ ഔട്ട് ദ ഇൻ്റർവെൽ ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് എക്സെപ്റ്റ് അറ്റ് 0. അപ്പോൾ 0ന് ഒഴിവാക്കാം, എന്നാലും കുഴപ്പമില്ല. ബാക്കിയുള്ള എല്ലാത്തിലും കണ്ടിന്യൂസ് ആയതുകൊണ്ടും ഈ എഫ് ഓഫ് എക്സ് ഇക്വൽ 1 by x സ്ക്വയറിന് ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. എക്സ് ഇക്വൽ 0ൽ ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മെത്തേഡുകളൊന്നും ഉപയോഗിക്കാതെ വേറെ തരത്തിലാണ് ചെയ്യുന്നത്. സോ ഇൻ്റഗ്രൽ 0 to 1 dx by x square, ഈ മെത്തേഡ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇൻ്റഗ്രൽ 0 to 1 dx by x square ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 ഇൻ്റഗ്രൽ 0 plus എപ്സിലോൺ ടു 1. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇൻ്റഗ്രൽ 0 to 1 എന്ന് പറയുന്നതും എപ്സിലോൺ ടെൻസ് ടു 0 ഇൻ്റഗ്രൽ 0 plus എപ്സിലോൺ ടു 1 എന്ന് പറയുന്നത് രണ്ടും സെയിം ആണ്. എപ്സിലോൺ ടെൻസ് ടു 0 ആണ്. അപ്പോൾ ഇത് ബേസിക്കലി എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. പക്ഷേ ലിമിറ്റിംഗ് കേസ് വരുമ്പോൾ ഇത് 0 തന്നെയാണ്. ഈ ലോവർ ലിമിറ്റ് 0 തന്നെയാണ്. അപ്പോൾ ഈ ഇൻ്റഗ്രലിനെ ഇത് നോക്കുക, നമ്മൾ 0 എടുക്കാൻ കാരണം ഈ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഇത് ഇവിടെ ഈ പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. 0ലാണ് അതിനൊരു ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളത്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 dx by x square ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 ഇൻ്റഗ്രൽ 0 to എപ്സിലോൺ ഇൻ്റഗ്രൽ 0 plus എപ്സിലോൺ ടു 1 by x square dx. അതായത് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 plus എപ്സിലോൺ എന്ന് പറയുന്നത് 0 plus എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ തന്നെയാണ്. ഇനി സപ്പോസ് ഈ ഫംഗ്ഷൻ്റെ ഡിസ്കണ്ടിന്യൂറ്റി ഈ ഇൻ്റർവെല്ലിൻ്റെ ഏതെങ്കിലും നടുക്കിലത്തെ x0 എന്ന് പറയുന്ന പോയിന്റിലാണ് വരുന്നതെങ്കിൽ ആ x0 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അത് ടെക്സ്റ്റിൽ അത് വർക്ക്ഡ് ഔട്ട് ആണ്. ഇതിൻ്റെ ഒരു ഹയർ വെർഷൻ മാത്രമാണ് അത്. ഇപ്പോൾ x-1 അല്ലെങ്കിൽ x-1/2 ആണ് ഡിനോമിനേറ്റർ എങ്കിൽ 1/2ൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. 0 to 1/2 ആൻഡ് ദെൻ 1/2 to 1. അങ്ങനെ രണ്ട് ഇൻ്റഗ്രലായിട്ട് ഞാൻ ടെക്സ്റ്റിൽ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ടുള്ളതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് ആ പ്രശ്നമില്ല. 0ൽ അതായത് എൻഡ് പോയിന്റ് ആയിട്ടുള്ള 0ൽ തന്നെയാണ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. അപ്പോൾ 0 വെച്ചിട്ട് തന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ദിസ് ഇസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 ഇൻ്റഗ്രൽ 0 to എപ്സിലോൺ ഇൻ്റഗ്രൽ 0 plus എപ്സിലോൺ ടു 1 by x square dx ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 plus എപ്സിലോൺ തന്നെയാണ്. ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 ഇൻ്റഗ്രൽ എപ്സിലോൺ ടു 1 by x square dx. ഇവിടെ സാധാരണ ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രൽ 1 by x square എന്ന് പറയുന്നത് -1 by x ആണ്. ഇൻ്റഗ്രൽ 1 by x square is the same as -1 by x. അത് +2ത്തെ ടോപ്പിക്കാണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 -1 by x within the limit epsilon to 1. Limit epsilon tends to 0 -1 by x within the limits epsilon to 1. എപ്സിലോൺ ടു 1 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ 1 by x square ഇൻ്റഗ്രൽ -1 by x ആണ്. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെയാണ് വരിക. ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 1 by എപ്സിലോൺ -1. ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 1 by എപ്സിലോൺ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ഉണ്ട്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പർ ലോവർ ലിമിറ്റ് മൈനസ് അപ്പർ ലിമിറ്റ് ആണ് വരിക. അത് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 1 by എപ്സിലോൺ -1. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1/0 ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ ദിസ് ഇൻ്റഗ്രൽ ടേക്സ് ദ വാല്യൂ ഇൻഫിനിറ്റി ഓർ ദ ഇൻ്റഗ്രൽ ഡൈവർജസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതായത് ഇത് എൻ പോയിന്റിലാണ് ഫംഗ്ഷന് ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എൻ പോയിന്റിൽ വെച്ചിട്ട് വേണം എപ്സിലോൺ വെച്ച് നമ്മൾ ഈ തരത്തിൽ ചെയ്യണം. ഹയർ അപ്പർ എൻഡ് പോയിന്റിലാണ് വന്നു വെച്ചാൽ അവിടെ മൈനസ് ഇപ്പോൾ 1ലാണ് ഡിസ്കണ്ടിന്യൂറ്റി വന്നതെങ്കിൽ 1 - എപ്സിലോൺ. ടെക്സ്റ്റിൽ തന്നെ എടുത്ത് നോക്കുക. അതൊരു അസൈൻമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡിക്കായിട്ട് തന്നിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് കണക്കാക്കിയാൽ മതി. ഇതിൻ്റെ ഒരു
എക്സ്റ്റൻഷൻ പോലെ ഉള്ളതാണ്. നടുക്കിൽ ഇതിപ്പോൾ 0 എന്ന് പറയുന്ന ബോട്ടം എൻഡ് പോയിന്റിലാണ് ഡിസ്കണ്ടിന്യൂറ്റി വന്നിട്ടുള്ളത്. മിഡിൽ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂറ്റി വരുമ്പോഴും ഹയർ എൻഡ് പോയിന്റിൽ അപ്പർ എൻഡ് പോയിന്റിൽ ഡിസ്കണ്ടിന്യൂറ്റി വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നിങ്ങളൊരു അസൈൻമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡിക്കായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കുക. അത് ഏതാണ് എക്സാമിന് ചോദിക്കാമെന്ന് എനിക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. ഈ പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മറ്റ് പ്രോബ്ലത്തിന് എവിടെയാണോ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് അതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കമ്പാരിസൺ ടെസ്റ്റ് എന്താണ്, കമ്പാരിസൺ ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, രണ്ട് ഇൻ്റഗ്രൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഇൻ്റഗ്രലിൽ കൺവെർജൻ്റ് ആണോ ഡൈവർജൻ്റ് ആണോ നോക്കാനാണ്. അതിന് കമ്പയർ ചെയ്യാനായിട്ടുള്ളൊരു ഫംഗ്ഷൻ വേണം. എല്ലായ്പ്പോഴും ഇത് പറ്റിക്കൊള്ളുന്നില്ല, ചില സിറ്റുവേഷൻസിലൊക്കെ ഇത് പറ്റും. പിന്നെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ to be f of x dx where f of x has one or more infinite discontinuity. അപ്പോൾ ഇവിടെ 0ലാണ് ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളത്. എൻഡ് പോയിൻ്റ് ആണ്. മിഡിൽ പോയിന്റിലും ഹയർ എൻഡ് പോയിന്റിലും വരുന്ന അപ്പർ എൻഡ് പോയിന്റിലും വരുന്ന ഡിസ്കണ്ടിന്യൂറ്റി അനുസരിച്ച് ഇതിൽ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതാണ്. അത്രമാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. ഈ പ്രോബ്ലംസ് വീണ്ടും ഞാൻ പറയണു, ഇതൊരു സാമ്പിൾ മാത്രമാണ്, ഒരു ഓവർവ്യൂ ആണ് ഈ 3 പ്രോബ്ലം നമ്മൾ തന്നിട്ടുള്ളത്. ഇതിൻ്റെ വലിയ വലിയ പ്രോബ്ലംസ് അല്ലെങ്കിൽ പല തരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ടെക്സ്റ്റിൽ നിന്നും ബാക്കിൽ നിന്നും ഒക്കെ ആയിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കണം. പ്രോബ്ലത്തിന് മാത്രമായിട്ട് നമുക്ക് വീഡിയോസ് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് എന്താണ് ചെയ്യേണ്ടതെന്നത് പറഞ്ഞു തന്നിട്ടുള്ളത്. ബാക്കിയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് നോക്കുക. സോ ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതായിരിക്കും. താങ്ക് യു.